സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു. വിൽസണെയും മാധുരിയെയും കണ്ട് ഞെട്ടലോടെ ഹണി പിന്നിലേക്ക് മാറി. വീണ അപ്പോൾ അവളുടെ മുറിയിലായിരുന്നു. എന്താ വീണ, നങ്ങ്യാർകുളങ്ങരയിലെ വീട്ടിൽ നിന്ന് എന്നാണ് ഇങ്ങോട്ട് പോകുന്നത്? പുഞ്ചിരിയോടെ വിൽസൺ ചോദിച്ചു. അവളുടെ മുഖം വിളറി. അങ്കിൾ കയറി വരൂ, അവൾ ക്ഷണിച്ചു. ഇതാരാണെന്ന് മനസ്സിലായോ? അകത്തേക്ക് കയറിക്കൊണ്ട് മാധുരിയെ ഉദ്ദേശിച്ച് അയാൾ ചോദിച്ചു. ഇല്ല, ഇത് മാധുരി, എൻ്റെ ഫ്രണ്ടാണ്. എറണാകുളത്താണ് താമസം. മാധുരി അവളെ നോക്കി ചിരിച്ചു. ഇരിക്കൂ. ഹണി അവരെ സ്വാഗതം ചെയ്തു. വീണ ഇവിടെ എങ്ങനെ എത്തി? സെറ്റിയിൽ ഇരുന്നു കൊണ്ട് വിൽസൺ ചോദിച്ചു. അയാളുടെ അടുത്ത് മാധുരി ഇരുന്നു. ഡ്രോയിങ് റൂമിലെ സംസാരം ബെഡ്റൂമിൽ നിന്നുകൊണ്ട് വീണ കേട്ടു. ആരാണ് വന്നതെന്ന് അവൾക്ക് ആദ്യം മനസ്സിലായില്ല. വാതിൽ അല്പമൊന്ന് തുറന്ന് അതിൻ്റെ വിടവിലൂടെ അവൾ നോക്കി. സെറ്റിയിലിരിക്കുന്ന വിൽസണെയും മാധുരിയെയും അപ്പോഴാണ് അവൾ കണ്ടത്. ഭയത്തോടെ അവൾ വേഗം വാതിലടച്ചു. ദൈവമേ, എങ്ങനെയാണ് അവർ ഇവിടെ എത്തിയത്? അങ്കിൾ ക്ഷമിക്കണം, ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകൾ ഞങ്ങൾ ചെയ്തു. നിവർത്തികേടുകൊണ്ടാണ്. നിസ്സഹായതയോടെ ഹണി പറഞ്ഞു. എൻ്റെ തെറ്റ് അങ്കിളിനെല്ലാം മനസ്സിലായിരുന്നു എന്നെനിക്കറിയാം. ഞാൻ വീണയായി അഭിനയിച്ചതിനും അവൾ ഹണി എന്ന പേരിൽ അവിടെ വന്നതിനും ചില കാരണങ്ങളുണ്ട്. ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. എന്ത് പ്രശ്നങ്ങൾ? വിൽസൺ ചോദിച്ചു. വീണ എഴുതി വെച്ചിട്ട് പോയ കത്ത് വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ അങ്കിളിന് മനസ്സിലായല്ലോ. അതിരിക്കട്ടെ, വീണ എവിടെ? മാധുരി ചോദിച്ചു. അവൾ ഇവിടെയുണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ വന്നത്. ഇന്നലെ രണ്ടുപേരും കൂടി ഉച്ചവരെ മാളിൽ കറക്കമായിരുന്നല്ലോ. മാധുരി നിങ്ങളെ അവിടെ വെച്ച് കണ്ടു. വീണയെ എൻ്റെ വീട്ടിൽ വെച്ച് മാധുരി പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ ഫോൺ ചെയ്ത് എന്നെ അറിയിച്ചു. തൃപ്പൂണിത്തുറയിലാണ് ഞാൻ താമസിക്കുന്നത്. പുഞ്ചിരിയോടെ മാധുരി പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ ഫോളോ ചെയ്തു താമസ സ്ഥലം കണ്ടുപിടിക്കാൻ. അങ്ങനെയാണ്. വീണയെ വിളിക്കൂ, ഒന്ന് കാണട്ടെ അവളെ, മാധുരി പറഞ്ഞു. ഹണി അകത്തേക്ക് പോയി. വിൽസണും മാധുരിയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഇത്തിരി സീരിയസ് ആയാലോ? അയാൾ ചോദിച്ചു. വേണ്ട, അവൾ ഒരു പാവമാണ്. ഹണിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് മതി ബാക്കി കാര്യങ്ങൾ, മാധുരി പറഞ്ഞു. വീണയെ പിടിച്ചു വലിച്ച് ഹണി അവിടേക്ക് കൊണ്ടുവന്നു. കണ്ണുകൾ കലങ്ങി, കവിളുകൾ ചുവന്നു. കുറേ കുറ്റബോധത്തോടെ അവൾ തല കുമ്പിട്ട് നിന്നു. വീണ, വിൽസൺ വിളിച്ചു. അവൾ മുഖമുയർത്തി നോക്കി. അപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് 2 നീർത്തുള്ളികൾ അടർന്നു വീണു. എന്നോട് ക്ഷമിക്കണം. ഞാൻ മാധുരി എഴുന്നേറ്റ് ചെന്ന് സ്നേഹത്തോടെ അവളുടെ കൈ പിടിച്ചു. വിഷമിക്കേണ്ട, അങ്കിളിന് നിന്നോട് ഒരു വിരോധവുമില്ല. അതുകൊണ്ടല്ലേ കാണാൻ ഓടി വന്നത്? അവൾ വിൽസണെ ഒന്ന് നോക്കി. എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. പക്ഷേ എന്നെ ഫോളാക്കിയതിനുള്ള ശിക്ഷ ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് ആരപ്പീലിന് അപേക്ഷിച്ചാലും ഒരിളവും ഞാൻ ചെയ്യത്തില്ല, അയാൾ ഗൗരവഭാവത്തിൽ പറഞ്ഞു. രണ്ടുപേരും ഇരിക്കെ, സംസാരിക്കാനുണ്ട്. എതിർവശത്തുള്ള സെറ്റിയിൽ 2 കൂട്ടുകാരികളെയും മാധുരി പിടിച്ചിരുത്തി. ഇനി പറ, എന്തിനാണ് വീണയുടെ ആൾമാറാട്ടത്തിന് ഹണി കൂട്ടുനിന്നത്? വിൽസൺ ആവശ്യപ്പെട്ടു. കോളേജ് അടച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് പോകണമെന്നും അവിടെ ഹോസ്റ്റലിൽ വിൽസൺ അങ്കിൾ താമസ സൗകര്യം ശരിയാക്കിയിട്ടുണ്ടെന്നും ചാച്ചൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. എന്തായിരുന്നു തടസ്സം? മാധുരി ചോദിച്ചു. അന്ന് എൻ്റെ മാരേജ് ആയിരുന്നു. മാരേജോ? വിശ്വാസം വരാതെ വിൽസൺ അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ, എൻ്റെ ക്ലാസ്മേറ്റ് ശ്രീരാജ്. അവന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഇവിടെ ഇൻഫോ പാർക്കിൽ ജോലി കിട്ടി. അതിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ. അവൻ്റെ അച്ഛൻ രാമചന്ദ്ര മേനോനോ എൻ്റെ ചാച്ചൻ ഈപ്പച്ചനോ അറിഞ്ഞാൽ അത് സമ്മതിക്കില്ലെന്ന് അറിയാമായിരുന്നു ഞങ്ങൾക്ക്. അതിന് ചാച്ചനെ കബളിപ്പിക്കാൻ ഹണി എന്ന പേരിൽ വീണയെ വിട്ടു. ഒന്നാന്തരം ബുദ്ധി, വിൽസൺ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും രക്ഷപ്പെടാൻ അതൊരു മാർഗമായി അങ്കിൾ. അല്ലെങ്കിൽ ഞാൻ ഇന്ന് രവീന്ദ്രൻ ചേട്ടൻ്റെ ഭാര്യയായി കഴിഞ്ഞേനെ, വീണ പറഞ്ഞു. വെരി ഗുഡ്, 2 പേർക്കും മാപ്പ് തന്നിരിക്കുന്നു. ഇനി ഒരാളെ കൂടി കാണാനുണ്ട്, നമ്മുടെ വീരനായകൻ ശ്രീരാജനെ. കക്ഷി എപ്പോൾ വരും ഇൻഫോ പാർക്കിൽ നിന്ന്? വീണയെ ഹണി ഒന്ന് നോക്കി. ശ്രീരാജ് ഇപ്പോൾ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നില്ല, വീണ പറഞ്ഞു. അതെന്താ? മാധുരി ചോദിച്ചു. ഇവർ തമ്മിൽ നടന്ന കല്യാണത്തെക്കുറിച്ച് അവൻ്റെ വീട്ടുകാർ അറിഞ്ഞു. അവർ വന്ന് അവന് ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി. പിന്നെ വന്നിട്ടില്ലേ? ഇല്ല.
അവർ വേറെ കല്യാണം ആലോചിക്കുന്നു എന്നാണ് അറിവ്. അത് വലിയ കഷ്ടമാണല്ലോ. ഹണിയുടെ മുഖം കുനിഞ്ഞു. ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് വരുമോ? മാധുരിയോട് വീണ ചോദിച്ചു. മാധുരിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ അവൾ എഴുന്നേറ്റ് വീണയോടൊപ്പം അകത്തെ മുറിയിലേക്ക് ചെന്നു. എന്താ വീണേ? ഹണി പ്രഗ്നൻ്റാണ്. ഈശ്വര! മാധുരി ഞെട്ടി. അവളുടെ ചാച്ചൻ നാളെ വരും. ശ്രീരാജുമായി ഇഷ്ടത്തിലാണെന്നും അവനെ തന്നെ കല്യാണം കഴിക്കണമെന്നും അവൾ അറിയിച്ചിട്ടുണ്ട്. ചാച്ചൻ അത് കാര്യമായിട്ട് എടുക്കുമോ എന്ന് സംശയമുണ്ട്. കാരണം ഒന്നിച്ച് ജീവിച്ച കാര്യമോ അവൾ പ്രഗ്നൻ്റാണെന്ന് സത്യമോ ചാച്ചന് അറിയില്ല. അവൾക്കത് പറയാൻ പറ്റില്ലല്ലോ. എവിടെയാണ് അവൻ്റെ വീട്? പാലക്കാടാണ്. വലിയ തറവാട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. രണ്ടുപേരും സ്വീകരണ മുറിയിലേക്ക് മടങ്ങി. വിൽസൺ ചോദ്യഭാവത്തിൽ മാധുരിയെ ഒന്ന് നോക്കി. പിന്നെ പറയാം എന്നവൾ കണ്ണുകാട്ടി. കൂട്ടുകാരികൾ രണ്ടുപേർക്കും രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. രണ്ടും പരിഹരിച്ചേ പറ്റൂ വിൽസ്. രവീന്ദ്രനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഹണിയുടെ കാര്യം അത് ഈപ്പച്ചായൻ വരട്ടെ. ഹണിക്ക് നേരിയ പ്രതീക്ഷയുണ്ടായി. വിൽസൺ അങ്കിൾ കൂടെ നിന്നാൽ ഒരുപക്ഷെ. രണ്ടുപേരും സമാധാനമായിട്ടിരിക്കുക. ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്. നമുക്ക് വേണ്ടത് ചെയ്യാം. വിൽസനും മാധുരിയും പോകാനായി എഴുന്നേറ്റു. മാധുരി അവളുടെ നമ്പർ ഹണിക്ക് കൊടുത്തു. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ മടിക്കേണ്ട. ഹണി തലകുലുക്കി. രണ്ടുപേരും യാത്ര പറഞ്ഞു പോയി. എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടടി, വീണ ഉത്സാഹത്തോടെ പറഞ്ഞു. എനിക്കൊട്ടും പ്രതീക്ഷയില്ല. ഹണിയുടെ മുഖം തെളിഞ്ഞില്ല. തിരുവനന്തപുരം എയർപോർട്ടിൽ വിമാനമിറങ്ങിയ ഈപ്പച്ചനെ കൊണ്ടുപോകാൻ അറൈവൽ ലോഞ്ചിൽ വിൽസൺ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാര്യമായി ബാഗേജ് ഒന്നുമില്ലാത്തത് കൊണ്ട് ഈപ്പച്ചന് വേഗം പുറത്തിറങ്ങാൻ കഴിഞ്ഞു. വിൽസൺ വന്നിട്ട് ഒരുപാട് നേരമായോ? ഫ്ലൈറ്റ് 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നല്ലോ. അയാളുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഈപ്പച്ചൻ ചോദിച്ചു. ഇല്ല, ഫ്ലൈറ്റ് ലേറ്റാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. വാ, നമുക്ക് പോകാം. അവർ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ഞാൻ വിചാരിച്ചു ഹണിയും എയർപോർട്ടിലേക്ക് വരുമെന്ന്. അവൾ സ്ഥലത്തില്ല ഈപ്പച്ചായ, കരുതലോടെ അയാൾ പറഞ്ഞു. അവൾ എവിടെ പോയി? എറണാകുളത്താണ്. ഈപ്പച്ചൻ മനസ്സിലാകാത്ത മട്ടിൽ വിൽസണെ ഒന്ന് നോക്കി. അവളിവിടെ YWCAയിലല്ലേ താമസിക്കുന്നത്? അതെ, പക്ഷെ അവളുടെ ഒരു കൂട്ടുകാരിയെ കാണാൻ എറണാകുളത്ത് പോയിരിക്കുക. എന്നിട്ട് അവൾ ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഒക്കെ പറയാൻ ഹണി എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഈപ്പച്ചൻ ചിരിച്ചു. ഇപ്പോഴേ അവൾ കാര്യങ്ങളൊക്കെ വിൽസനെ ഏൽപ്പിച്ചു കഴിഞ്ഞോ? അവളെ ഞാനൊന്ന് കാണട്ടെ. വിൽസൺ ഒന്നും മിണ്ടിയില്ല. അവർ കാറിൽ കയറി. എനിക്ക് ചെങ്ങന്നൂർക്ക് പോകണമല്ലോ വിൽസ. സിറ്റിയിൽ ചെന്നിട്ട് പരിചയമുള്ള ഒരു ടാക്സി വിളിച്ചു തരണേ, ഈപ്പച്ചൻ പറഞ്ഞു. ആൾതാമസമില്ലാതെ കിടക്കുന്ന വീടല്ലേ, നിറയെ പൊടിയും മാറാലയുമായിരിക്കും. ഇന്ന് എന്തായാലും എൻ്റെ വീട്ടിൽ കിടക്കാം. നാളെ അങ്ങോട്ട് പോയാൽ മതി, ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വിൽസൺ പറഞ്ഞു. എന്നാൽ ഹണിയെ വിളിച്ച് പറയണം നാളെ രാവിലെ ഇങ്ങ് പോരാൻ. നാളെ രാവിലെ ഞാൻ എറണാകുളത്തിന് പോകുന്നുണ്ട്. ഈപ്പച്ചായനും എൻ്റെ കൂടെ വാ. ഹണിയെ നമുക്കിങ്ങ് കൊണ്ടുപോരാമല്ലോ. അത് നല്ല ഐഡിയയാണ്. ഈപ്പച്ചൻ സമ്മതിച്ചു. വിൽസൻ്റെ ഉള്ളു പുകഞ്ഞു. ഒരു പിതാവിനും കേട്ടാൽ താങ്ങാൻ പറ്റാത്ത ഒരു സത്യം ഈപ്പച്ചനോട് പറയേണ്ടതുണ്ട്. എങ്ങനെ അത് അവതരിപ്പിക്കും? പറയാതിരിക്കാനും പറ്റില്ലല്ലോ. വിൽസൺ എന്തിനാ എറണാകുളത്തിന് പോകുന്നത്? ഈപ്പച്ചൻ ചോദിച്ചു. ഒരു ഫ്രണ്ടിനെ കാണാനാണ്. ഏത് കൂട്ടുകാരിയെ കാണാനാ ഹണി പോയത്? വീണ എന്നാണ് അവൾ പറഞ്ഞത്. ഓ, മനസ്സിലായി. ഹോസ്റ്റലിൽ അവളുടെ റൂംമേറ്റ് ആയിരുന്നു. 3 പേരായിരുന്നു ഒരു റൂമിൽ. പിന്നെ ഒരു നിത്യ. അവൾ പറഞ്ഞിട്ടുണ്ട്. ഈപ്പച്ചന് ഓർമ്മ വന്നു. അവർ നന്ദൻകൂടുള്ള വീട്ടിലെത്തി. വിൽസൻ്റെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? പുറത്തുനിന്നാണ് കഴിക്കുന്നത്. ഹണിക്ക് അത്യാവശ്യം കുക്കിംഗൊക്കെ അറിയാം. ബാക്കി അവൾ പഠിച്ചോളും. പാവ ഈപ്പച്ചൻ. എനിക്ക് പുറത്തൊന്ന് പോകണം. അപ്പോൾ കഴിക്കാനുള്ളത് മേടിച്ചുകൊണ്ട് വരാം. ഈപ്പച്ചൻ അതുവരെ റെസ്റ്റ് എടുക്ക്. എനിക്കൊന്ന് കുളിക്കണം, പിന്നെ ഡ്രസ്സ് മാറണം. പകുതി ആശ്വാസം കിട്ടും. ഈപ്പച്ചൻ അയാൾ ഗസ്റ്റ് റൂം തുറന്നു കൊടുത്തു. രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണ് വിൽസൺ മെല്ലെ ഹണിയുടെ കാര്യം അവതരിപ്പിച്ചത്. നമ്മുടെ ഹണിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റി ഈപ്പച്ചായ. അവളതൊന്നും പറഞ്ഞു കാണത്തില്ല. അബദ്ധങ്ങളോ? എന്തവാ വിൽസ? അയാൾ പെട്ടെന്ന് ഗൗരവത്തോടെ ചോദിച്ചു. അവൾ കോളേജിൽ വെച്ച് ഒരു ഹിന്ദു പയ്യനുമായി അടുപ്പത്തിലായി. വിഡ്ഢിപ്പെണ്ണ്. അവൾ അതും വിൽസനോട് പറഞ്ഞോ? ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ, വെറും കൂട്ടുകാരനായിരിക്കും, അല്ലാതെ വേറൊന്നിനും അവൾ പോകത്തില്ല. അങ്ങനല്ല ഈപ്പച്ചായ, അവർ തമ്മിൽ കെട്ടുകയും ചെയ്തു. അയാളൊന്ന് ഞെട്ടി. ആര് പറഞ്ഞു ഇക്കാര്യം? അവളാണ് പറഞ്ഞത്. തന്നെയുമല്ല, അവർ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് താമസവും തുടങ്ങി. അയാൾ വിൽസനെ പകച്ചു നോക്കി.
വിൽസൺ എന്തു ബോധക്കേടായി പറയുന്നേ? അവൾ ഇവിടെ ഹോസ്റ്റലിലാണെന്നല്ലേ എന്നോട് വിളിച്ചു പറഞ്ഞത്? ഈപ്പച്ചൻ അത് വിശ്വസിച്ചില്ല. ഹണി എന്ന പേരിൽ അവൾ കൂട്ടുകാരി വീണയെയാണ് ഇങ്ങോട്ട് അയച്ചത്. എനിക്കത് മനസ്സിലായില്ല. കാരണം ഞാൻ അവളെ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നല്ലോ. കർത്താവേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നേ? എനിക്കുടൻ അവളെ കാണണം. വിൽസ, നമുക്ക് എറണാകുളത്തിന് ഇപ്പം തന്നെ പോകണം. എന്തെങ്കിലും കുഴപ്പം പറ്റുന്നതിന് മുമ്പ് നമുക്ക് അവളെ ഇങ്ങ് കൊണ്ടുപോരാം. ഇപ്പം തിരിച്ച വെളുപ്പം മുമ്പേ അങ്ങ് എത്താം. കുഴപ്പം പറ്റിക്കഴിഞ്ഞു ഈപ്പച്ചായ. അയാൾ വിൽസനെ തുറിച്ചു നോക്കി. എന്താണ് വിൽസൺ പറഞ്ഞത്? അതെ, പക്ഷേ അവനിപ്പോൾ എറണാകുളത്തില്ല. അവൻ്റെ വീട്ടുകാർ വന്ന് അവനെ പാലക്കാട്ടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹണിയെ മരുമകളായി സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. തലയ്ക്കടിയേറ്റതുപോലെ ഒന്നും മിണ്ടാനാവാതെ ഇപ്പച്ചനിരുന്നു. ഇനി ഒന്നും ചോദിക്കാനില്ല. എത്രയും വേഗം അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അച്ഛനെ കാണണം. ശ്രീരാജിൻ്റെ വൈഫായിട്ട് അവൾ ജീവിച്ചേ പറ്റൂ. പക്ഷേ അവർ സമ്മതിക്കുമോ വിൽസ? ആശയിട്ടതുപോലെ അയാൾ ചോദിച്ചു. സമ്മതിപ്പിക്കാതെ പറ്റില്ലല്ലോ. നമുക്ക് നാളെ വെളുപ്പിന് തന്നെ പുറപ്പെടാം. എനിക്ക് പരിചയമുള്ള ഒരു വക്കീലുണ്ട്. വീട്ടുകാർ അവനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് വേറെന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കാം. ഉറങ്ങാൻ കിടന്നെങ്കിലും ഈപ്പച്ചൻ അന്ന് ഒരു പോള കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. ഭൂലോക മണ്ടത്തരമല്ലേ ഹണി കാണിച്ചത്? സാധാരണ പെണ്ണല്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. ഇത്ര വിവരക്കേട് അവൾ ചെയ്തല്ലോ എന്നോർക്കുമ്പോൾ ഒരുവിധം ഈപ്പച്ചൻ നേരം വെളുപ്പിച്ചു. രാവിലെ തന്നെ അവർ എറണാകുളത്തിന് പുറപ്പെട്ടു. ആദ്യം നമുക്ക് വക്കീലിനെ കണ്ട കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞു മതി ഹണിയെ കാണുന്നത്. എല്ലാം വിൽസന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുന്നു. അന്ന് ലീവ് എടുക്കാമെന്ന് മാധുരി അറിയിച്ചിരുന്നു. അവളുടെ വീട്ടിലേക്കാണ് അവർ പോയത്. വക്കീലിൻ്റെ വീടാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അദ്ദേഹം വരും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. എന്തെങ്കിലും നടക്കുമോ വിൽസ? വിശ്വാസം നഷ്ടപ്പെട്ടവനെ പോലെ ഈപ്പച്ചൻ ചോദിച്ചു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഉച്ചയ്ക്ക് മുമ്പ് അവർ മാധുരിയുടെ ഫ്ലാറ്റിലെത്തി. ബെല്ലടിച്ചപ്പോൾ അവളാണ് വാതിൽ തുറന്നത്. വക്കീൽ വന്നോ? വിൽസൺ ചോദിച്ചു. ഇല്ല, അരമണിക്കൂറിനകം വരുമെന്ന് ഇപ്പം വിളിച്ചു പറഞ്ഞു. രണ്ടാളും കയറി വരൂ, അവൾ ക്ഷണിച്ചു. വിൽസന്റെ പിന്നാലെ ഈപ്പച്ചൻ അകത്തേക്ക് കയറി ചെന്നു. മനോഹരമായ ഇരുപ്പുമുറി. രണ്ടുപേരും ഇരുന്നു. ഇത് വക്കീലിൻ്റെ ഭാര്യയാണ്. ഈപ്പച്ചായൻ മുമ്പ് കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? വിൽസൺ ചോദിച്ചു. അയാൾ മാധുരിയെ ഒന്ന് നോക്കി. അവൾ പുഞ്ചിരിച്ചു. ഇല്ല, കണ്ടു കാണാൻ വഴിയില്ല. പക്ഷേ ആളിനെ ഈപ്പച്ചായൻ അറിയും. പേര് മാധുരി എന്നാണ്. ഒരിക്കൽ ഞാൻ കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണാണ്. ഈപ്പച്ചന് പെട്ടെന്ന് ആളിനെ പിടികിട്ടി. അയാളുടെ മുഖം വിളറി. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി മോളെ. എന്നോട് ക്ഷമിക്ക്. പക്ഷേ അന്ന് ഞാനങ്ങനെ ചെയ്തതിൻ്റെ ശിക്ഷ ഇന്ന് ദൈവം തമ്പുരാൻ എനിക്ക് തന്നു. ഈപ്പച്ചൻ്റെ തൊണ്ടയിടറി. വിഷമിക്കേണ്ട ഈപ്പച്ചായ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പോംവഴിയുണ്ട്. നമുക്ക് ശ്രമിക്കാം. മോളെ കാണാൻ പോയോ? മാധുരി ചോദിച്ചു. ഇല്ല, നേരെ ഇങ്ങോട്ടാ വന്നത്. അത് കഴിഞ്ഞു മതിയെന്ന് വിചാരിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്ക് അഡ്വക്കേറ്റ് ശ്രീകുമാരൻ നായർ വന്നു. മാധുരി രണ്ടുപേരെയും അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അയാൾ രണ്ടുപേരുടെയും കൈ പിടിച്ചു കുലുക്കി. വിൽസന്റെ കാര്യം ഇടയ്ക്ക് മാധുരി പറയാറുണ്ട്. അന്നൊരിക്കൽ വന്നപ്പോൾ എനിക്ക് കാണാനും പറ്റിയില്ല. സാരമില്ല, ഇപ്പോൾ കാണാൻ സാധിച്ചല്ലോ. നെറ്റിയുടെ മുകളിൽ അല്പ കഷണ്ടി കയറി തുടങ്ങിയെങ്കിലും കാണാൻ സുന്ദരനായിരുന്നു ശ്രീകുമാരൻ നായർ. നമുക്ക് ഊണ് കഴിച്ചുകൊണ്ട് സംസാരിക്കാം. അത് കഴിഞ്ഞ് എനിക്ക് ഓഫീസിലേക്ക് പോകണം. എങ്കിൽ എല്ലാവരും വന്നോളൂ, മാധുരി പറഞ്ഞു. 3 പേരും കഴിക്കാനിരുന്നു. അവളാണ് വിളമ്പിക്കൊടുത്തത്. അധികം വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ എല്ലാം രുചികരമായിരുന്നു. ഊണ് കഴിക്കുന്നതിനിടയിൽ വിൽസണാണ് കാര്യം അവതരിപ്പിച്ചത്. ശ്രീകുമാരൻ നായർ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. കല്യാണം നടന്നു എന്നതിന് എന്തെങ്കിലും രേഖ കയ്യിലുണ്ടോ? ഒടുവിൽ അയാൾ ചോദിച്ചു. കല്യാണം നടന്ന അമ്പലത്തിൽ നിന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവർ എടുത്ത ഫോട്ടോസുമുണ്ട്. ക്ഷേത്രത്തിലെ രേഖയ്ക്ക് കോടതിയിൽ വലിയ പ്രാധാന്യം കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുക എന്നതാണ്. അതായത് തൻ്റെ ഭർത്താവിനെ അയാളുടെ വീട്ടുകാർ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്നുവെന്നും വിട്ടുകിട്ടണമെന്നും ഭാര്യ കൊടുക്കുന്ന ഹർജി. അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമോ സാറേ? ഈപ്പച്ചൻ ചോദിച്ചു. ഭാര്യയും ഭർത്താവുമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ നമ്മൾ ഹാജരാക്കണം. പക്ഷെ തൽക്കാലം നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇപ്പറയുന്ന ശ്രീരാജൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അച്ഛനമ്മമാരോട് സംസാരിക്കാം. അവർ വഴങ്ങുന്നെങ്കിൽ
കോടതിയും കേസുമൊക്കെ ഒഴിവാക്കാം. അത് നടന്നില്ലെങ്കിൽ മതി. പക്ഷെ ശ്രീയേട്ടാ, ഇവർ രണ്ടുപേരും കൂടി ചെന്നാൽ അവർ വഴങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? മാധുരി ചോദിച്ചു. ഇല്ല, നിന്റെ ഫ്രണ്ടിൻ്റെ കാര്യമല്ലേ, ഞാനും കൂടി പോകാം, പുഞ്ചിരിയോടെ ശ്രീകുമാരൻ നായർ പറഞ്ഞു. വിശ്വാസം വരാതെ വിൽസനും ഈപ്പച്ചനും വക്കീലിനെ നോക്കി. താങ്ക് യു സർ, വിൽസൺ പറഞ്ഞു. അയാൾ നന്ദിപൂർവ്വം മാധുരിയെ ഒന്ന് നോക്കി. അവൾ കണ്ണുകൾ കൊണ്ട് പുഞ്ചിരിച്ചു. അപ്പോൾ നാളെ രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ വരിക. എൻ്റെ കാറിൽ നമുക്ക് പോകാം. പാലക്കാട്ടെ അഡ്രസ്സ് ഉണ്ടല്ലോ? ഉണ്ട്. ഊണ് കഴിഞ്ഞ ഉടൻ തന്നെ വക്കീൽ പോയി. മാധുരിയോട് നന്ദി പറഞ്ഞ് വിൽസനും ഈപ്പച്ചനും കാക്കനാട്ടേക്കും പോയി. അവർ ചെല്ലുന്നുണ്ടെന്ന വിവരം വീണയെ വിൽസൺ അറിയിച്ചിരുന്നു. അവർ ചെന്നപ്പോൾ രണ്ടുപേരും കാത്തിരിക്കുകയായിരുന്നു. ഈപ്പച്ചനെ കണ്ട് ഹണി പൊട്ടിക്കരഞ്ഞു. സാരമില്ല മോളെ, നിനക്കൊരബദ്ധം പറ്റി, അത്രയേ ഉള്ളൂ, ഞങ്ങളൊക്കെ ഇല്ലേ, ഒക്കെ നമുക്ക് പരിഹരിക്കാം. അവർ അല്പനേരം സംസാരിച്ചിരുന്നു. ഒരു പ്രശ്നത്തിനു കൂടി പരിഹാരമുണ്ടാക്കണം അല്ലേ വീണേ? ഈപ്പച്ചൻ ചോദിച്ചു. അതും അത്ര നിസ്സാരമല്ല അങ്കിൾ, അവൾ പറഞ്ഞു. നമുക്ക് നോക്കാം. എന്തായാലും മറ്റന്നാൾ ഒരു യാത്രയ്ക്ക് തയ്യാറായിരിക്കുക. പിറ്റേന്ന് രാവിലെ ഈപ്പച്ചനെയും കൂട്ടി 7 മണിക്ക് മുമ്പ് അയാൾ മാധുരിയുടെ ഫ്ലാറ്റിലെത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവർ പാലക്കാട്ടേക്ക് പുറപ്പെട്ടു. വക്കീലിൻ്റെ ഡ്രൈവറാണ് കാർ ഓടിച്ചത്. വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രീരാജിൻ്റെ അച്ഛൻ അവിടെ ഉണ്ടാകുമോ എന്നായിരുന്നു വിൽസൻ്റെ ആശങ്ക. പാലക്കാട്ട് ചെന്ന് അവർ അകത്തെ തറയ്ക്ക് വണ്ടി വിട്ടു. പൂപ്പള്ളി രാമചന്ദ്ര മേനോൻ്റെ തറവാട് വീട് കണ്ടുപിടിക്കാൻ ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. വിശാലമായ തറവാട്ട് മുറ്റത്ത് ചെന്ന് ആ വലിയ കാർ നിന്നു. പൂമുഖത്ത് ചാരികസേരയിലുണ്ടായിരുന്നു രാമചന്ദ്ര മേനോൻ. കാറിൽ നിന്നിറങ്ങിയ ശ്രീകുമാരൻ നായരെയും വിൽസനെയും ഈപ്പച്ചനെയും കണ്ട് മേനോൻ മെല്ലെ എഴുന്നേറ്റു. വക്കീൽ വേഷത്തിലല്ലായിരുന്നെങ്കിലും കറുത്ത പാൻസും വെള്ള ഷർട്ടുമാണ് ശ്രീകുമാരൻ നായർ ധരിച്ചിരുന്നത്. കറുത്ത കോട്ട് കയ്യിൽ തൂക്കിക്കൊണ്ടാണ് അയാൾ കാറിൽ നിന്നിറങ്ങിയത്. അത് മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു. അതുകൊണ്ട് തന്നെ മേനോൻ്റെ ഉള്ളൊന്ന് കാളി. 3 പേരും പൂമുഖത്തേക്ക് കയറി ചെന്നു. എൻ്റെ പേര് ശ്രീകുമാരൻ നായർ, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ്. മിസ്റ്റർ മേനോനുമായി സംസാരിക്കാൻ വന്നതാണ്, വക്കീൽ സ്വയം പരിചയപ്പെടുത്തി. വന്നാട്ടെ, മേനോൻ ക്ഷണിച്ചു. എന്താണ് കേസെന്ന് മേനോന് മനസ്സിലായില്ല. എന്നാലും ശ്രീരാജനെ സംബന്ധിക്കുന്നതാണോ എന്ന് അയാൾക്ക് നേരിയ സംശയം തോന്നാതിരുന്നില്ല. സ്വീകരണ മുറിയിൽ 4 പേരും ഇരുന്നു. ഇതെൻ്റെ കക്ഷികളാണ്, മിസ്റ്റർ ഈപ്പൻ വർഗീസും വിൽസനും. താങ്കളുടെ മകൻ ശ്രീരാജ് എൻ്റെ കക്ഷിയായ ഈപ്പൻ വർഗീസിൻ്റെ മകൾ ഹണിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന കാര്യം താങ്കൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വക്കീൽ പറഞ്ഞു. അങ്ങനെയൊരു കാര്യം നടന്നതായി ഞങ്ങൾക്കറിവില്ല, മേനോൻ എതിർത്തു. കോട്ടിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന കവറിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും കുറേ ഫോട്ടോകളും എടുത്ത് മേനോന് വക്കീൽ കൊടുത്തു. മേനോൻ അതെല്ലാം നോക്കി. ഈ വിവാഹത്തിൽ എതിർപ്പുള്ളത് കാരണം താങ്കൾ മകനെ അന്യായമായി തടവിൽ വെച്ചിരിക്കുകയാണെന്നും കോടതിയിൽ ഉടൻ ഹാജരാക്കണമെന്നും ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യാൻ പോവുകയാണ്. ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടെങ്കിൽ ആ നടപടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എനിക്കൊന്ന് ആലോചിക്കണം. 10 മിനിറ്റിനകം ഞങ്ങൾ പോകും. അതിനുള്ളിൽ തീരുമാനം പറഞ്ഞില്ലെങ്കിൽ നാളെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. പത്രത്തിലോ TV-യിലോ വാർത്ത വന്നാൽ അതിനൊന്നും എൻ്റെ കക്ഷികൾ ഉത്തരവാദികളായിരിക്കുകയില്ല. 1 മിനിറ്റ്. മേനോൻ പുറത്തേക്കിറങ്ങി നിന്ന് സന്ദീപിനെ വിളിച്ച കാര്യം പറഞ്ഞു. അവർ അല്പനേരം സംസാരിച്ചു. അതിനുശേഷം അയാൾ സ്വീകരണ മുറിയിലേക്ക് ചെന്നു. കോടതിയും കേസും ഒന്നും വേണ്ട സാറേ, നമുക്കിത് ഒത്തുതീർക്കാം. ഉടൻ തന്നെ ശ്രീരാജിനെയും കൊണ്ട് സന്ദീപ് ബുള്ളറ്റിലെത്തി. ഞങ്ങളിത് 2 ദിവസം മുമ്പേ തീരുമാനിച്ചതാണ്. അതിന് കാരണം അവൻ്റെ അമ്മയാണ്. ഈപ്പച്ചൻ എഴുന്നേറ്റ് ചെന്ന് ശ്രീരാജിൻ്റെ 2 ചുമലുകളിലും പിടിച്ചു. എനിക്കറിയാമായിരുന്നു എൻ്റെ മോൾക്കൊരിക്കലും തെറ്റുപറ്റത്തില്ലെന്ന്. ചാച്ചൻ എന്നോട് ക്ഷമിക്കണം, അവൻ പറഞ്ഞു. ക്ഷമിച്ചിരിക്കുന്നു. പത്മേ, ചായ വേണം, രാമചന്ദ്ര മേനോൻ വിളിച്ചു പറഞ്ഞു. ശ്രീകുമാരൻ നായരും വിൽസനും പരസ്പരം പുഞ്ചിരിച്ചു. രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് പ്ലേറ്റുകളും മറ്റു പാത്രങ്ങളും കഴുകി തുടച്ചു വെച്ച് കിച്ചൺ വൃത്തിയാക്കിയിട്ട് മാധുരി ബെഡ്റൂമിലേക്ക് ചെന്നു. മണി 9. ധരിച്ചിരിക്കുന്ന വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് അവൾ ഒരു സ്ലീവ്ലെസ് നൈറ്റി എടുത്ത് ധരിച്ചു. അഭിമോൾ ഉറങ്ങിക്കഴിഞ്ഞില്ലെന്ന് അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ അഭിയുടെ മുറിയിലേക്ക് ചെന്നു. ഒരു കോമിക്സ് വായിച്ചുകൊണ്ട് ബെഡിന് കുറുകെ കിടക്കുന്നുണ്ടായിരുന്നു അഭി. ഉറക്കം വരുന്നില്ലേ മോളെ?
മാധുരി ചോദിച്ചു. ഞാൻ അമ്മയെ വെയിറ്റ് ചെയ്യുമായിരുന്നു. കള്ളി പെണ്ണെ. ചിരിച്ചുകൊണ്ട് അവൾ അഭിയെ നേരെ കിടത്തി കെട്ടിപ്പിടിച്ച് കൂടെ കിടന്നു. അവൾ അലിബാബയുടെ കഥ പറഞ്ഞ് തീരും മുമ്പേ കുഞ്ഞുറങ്ങി. അഭിയെ ഒരു ഷീറ്റെടുത്ത് പുതപ്പിച്ച് AC-യുടെ കൂളിംഗ് 23-ലാക്കി വാതിലടച്ച് അവൾ വെളിയിലിറങ്ങി. ശ്രീകുമാരൻ നായരുടെ ഓഫീസ് മുറിയിലേക്കാണ് അവൾ ചെന്നത്. കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ണുകളെടുത്ത് അയാൾ അവളെ നോക്കി. എന്താ മാധുരി, ആ ഹണിയുടെ പ്രശ്നം ഇത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശ്രീയേട്ടാ. എന്തായാലും ശ്രീയേട്ടനെടുത്ത അടവ് ശരിക്കും ഫലിച്ചു. സത്യത്തിൽ ഞാനും വിചാരിച്ചില്ല ആ മനുഷ്യൻ ഇത്ര വേഗം വഴങ്ങുമെന്ന്. അല്ലെങ്കിൽ തന്നെ സ്വന്തം മകൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച ഒരു പെൺകുട്ടിയെ മനസാക്ഷിയുള്ളവരാരും ഉപേക്ഷിക്കില്ല മാധുരി. ശരിയാണ്, ഇനി ശ്രീയേട്ടൻ്റെ ഒരു സഹായം കൂടി എനിക്ക് വേണം. എനിക്കല്ല, ഹണിയുടെ കൂട്ടുകാരി വീണയ്ക്ക്, അവൾ പറഞ്ഞു. അതെന്താണ്? കൗതുകത്തോടെ ശ്രീകുമാരൻ നായർ ചോദിച്ചു. കേട്ടാൽ ശ്രീയേട്ടന് അത്ഭുതം തോന്നും. നമ്മുടെ വിൽസനും അവളും തമ്മിൽ അടുപ്പത്തിലാണ്. അവളെ കല്യാണം കഴിക്കണമെന്നാണ് വിൽസൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെയുമുണ്ട് ഒരു തടസ്സം. എന്ത് തടസ്സം? വീണയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവൾ അയാളോട് പറഞ്ഞു. അയാൾ അല്പനേരം ആലോചിച്ചിരുന്നു. 2 കാര്യങ്ങളാണ് നടത്തേണ്ടത് അല്ലേ? വിൽസൺ അവളെ മാരി ചെയ്യണം. അവളുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ രവീന്ദ്രനിൽ നിന്നും അയാളുടെ അച്ഛനമ്മമാരിൽ നിന്ന് തിരിച്ചു വാങ്ങണം. അതെ. മാൻ മിസ്സിംഗ് കംപ്ലൈൻറ്റ് ലോക്കൽ പോലീസിൽ രവീന്ദ്രൻ കൊടുത്തിട്ടുമുണ്ട്. അതെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് ഞാൻ നാളെ വിൽസനെ വിളിക്കാം. റൂറൽ SP ദിനേശ് ശർമ്മ എൻ്റെ ഫ്രണ്ടാണ്. ഹരിപ്പാട് സ്റ്റേഷനിലേക്ക് അയാളെ കൊണ്ടൊന്ന് വിളിപ്പിക്കുകയും ചെയ്യാം. എങ്കിൽ വലിയ ഉപകാരമായേനെ വിൽസനും വീണയ്ക്കും. ഇന്നത്തെ വർക്ക് തീർന്നെങ്കിൽ നമുക്ക് നേരത്തെ ഉറങ്ങാൻ കിടക്കാം. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ റെഡി. മാധുരിയെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി. പിറ്റേന്ന് ഉച്ചയായപ്പോൾ വിൽസനെ ശ്രീകുമാരൻ നായർ വിളിച്ചു. അതിനു മുമ്പേ വിൽസന് മാധുരി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. വിൽസൺ കാര്യങ്ങളൊക്കെ മാധുരി പറഞ്ഞു. ഹരിപ്പാട് സ്റ്റേഷനിൽ അയാൾ വീണയെ കാണുവാനില്ല എന്ന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അത് കാരണം സ്റ്റേഷനിൽ അവളെ പ്രസൻറ്റ് ചെയ്തേ പറ്റൂ. മനസ്സിലായി? അതിനു മുമ്പ് നിങ്ങളുടെ മാരേജ് നടത്തണം. പള്ളിയിൽ വെച്ചോ അമ്പലത്തിൽ വെച്ചോ. അത് നടത്തുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നാളെയോ മറ്റന്നാളോ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് മാരേജ് രജിസ്റ്റർ ചെയ്യണം. പക്ഷേ അതിന് ലീഗൽ വാലിഡിറ്റി? വിൽസൺ സംശയിച്ചു. ഇല്ല, പക്ഷേ തൽക്കാലം ചിലരുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ അത്തരമൊരു സർട്ടിഫിക്കറ്റ് മതി. അത് കഴിഞ്ഞ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ വീണയെയും കൊണ്ടുചെന്ന് ഹാജരാക്കണം. വേണ്ട ഏർപ്പാടുകൾ ഞാനിവിടെ ചെയ്യാം. ശരി. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്താലേ അതിന് നിയമസാധ്യതയുള്ളൂ. അതിന് സമയമെടുക്കും. അത് പിന്നെ ചെയ്താൽ മതി. ശ്രീകുമാരൻ നായർ പിന്നീട് പറഞ്ഞതെല്ലാം വിൽസൺ ശ്രദ്ധയോടെ കേട്ടു. അതോടെ അയാൾക്ക് ആത്മവിശ്വാസമേറി. വീണയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾ എന്തിനും തയ്യാറായിരുന്നു. വിൽസൻ്റെ സുഹൃത്തായിരുന്നു കിളിമാനൂർ കോടതിയിലെ അഭിഭാഷകൻ അജയകുമാർ. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ അവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് വിൽസൻ്റെയും വീണയുടെയും വിവാഹം രേഖാമൂലം നടന്നു. അതിനു മുമ്പ് ഉല്ലാസിൻ്റെയും രതീഷിൻ്റെയും റോണിയുടെയും ജെയിംസിൻ്റെയും സാന്നിധ്യത്തിൽ അയാൾ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരുന്നു. പിറ്റേന്നാണ് അവരോടൊപ്പം 2 കാറുകളിൽ വീണയും കൊണ്ട് രാവിലെ 11 മണിയായപ്പോൾ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ വിൽസൺ എത്തിയത്. സാരിയായിരുന്നു അവളുടെ വേഷം. കാറിൽ നിന്നിറങ്ങിയ വിൽസൺ അവളെയും കൊണ്ട് സബ് ഇൻസ്പെക്ടർ പ്രസന്നനെ ചെന്ന് കണ്ടു. സർ, ഞാൻ വിൽസൺ. ഇതെൻ്റെ വൈഫ് വീണ. ഓ, മനസ്സിലായി. ശർമ്മ സർ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇരിക്കെ, അവനിപ്പോൾ വരും. താങ്ക് യു സർ. വീണ രാവിലെ 11-ന് ഹാജരാകുമെന്നാണ് ഞാൻ അറിയിച്ചത്. വീണ അവൻ്റെ സംരക്ഷണയിലാണെന്ന് തെളിയിക്കാൻ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരിലുള്ള ഭൂമിയുടെ ആധാരവും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സർ. അല്പനേരം കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ഒരു നീണ്ട കവറുമായി വന്നു. SIയുടെ മുറിയിൽ വിൽസണെയും വീണയെയും കണ്ട അയാൾ അമ്പരന്നു. അയാൾക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ആധാരം കൊണ്ടുവന്നോ? SI ചോദിച്ചു. കൊണ്ടുവന്നു സർ. ഇതല്ലേ വീണ നായർ? അതെ. രവീന്ദ്രൻ്റെ കയ്യിലിരുന്ന കവർ വാങ്ങി SI തുറന്നു നോക്കി. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആധാരം പരിശോധിച്ച് ഉറപ്പുവരുത്തി. എന്നിട്ട് അത് വീണയുടെ കയ്യിൽ കൊടുത്തു. ഈ കുട്ടിയാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. ഇനി എല്ലാം ഈ കുട്ടിയുടെ കൈവശത്തിലിരിക്കട്ടെ. പക്ഷേ സാർ, രവീന്ദ്രൻ പ്രതിഷേധിച്ചു.
വീണ നായരുടെ ഹസ്ബൻഡാണ് ഈ നിൽക്കുന്ന വിൽസൺ. അതുകൊണ്ട് താനിനി അവകാശവാദം പറഞ്ഞു ചെല്ലണ്ട. വിൽസനും വീണയ്ക്കും പോകാം. രവീന്ദ്രൻ തൽക്കാലം ഇവിടെ നിൽക്ക്. ഒരാവശ്യമുണ്ട്, SI പറഞ്ഞു. താങ്ക് യു സർ. SIയോട് നന്ദി പറഞ്ഞ് വീണയും കൊണ്ട് വിൽസൺ സ്റ്റേഷനിൽ നിന്നിറങ്ങി. പുറത്ത് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ കാത്തു നിന്നിരുന്ന കൂട്ടുകാരുടെ അടുത്തേക്കാണ് അവർ ചെന്നത്. എന്തായി അണ്ണ? ആകാംക്ഷയോടെ ഉല്ലാസ് ചോദിച്ചു. എല്ലാം ശരിയായടാ, വിൽസൺ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെ മധുവിധ തുടങ്ങുകയല്ലേ അണ്ണ? രതീഷ് ചോദിച്ചു. വിൽസൺ തലതിരിച്ച് വീണയെ ഒന്ന് നോക്കി. അത് ഇന്നലെ തന്നെ തുടങ്ങിയടാ. അയാൾ പറഞ്ഞത് കേട്ട് അവൾ ലജ്ജയോടെ മുഖം കുനിച്ചു. കൂട്ടുകാർ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. നോവൽ അവസാനിച്ചു.